വിദ്യാഭ്യാസം മാത്രമല്ല നമ്മുടെ സമൂഹത്തിലേക്ക് രൂപപ്പെടുത്തിയെടുക്കുന്നത്, നമ്മുടെ സോഷ്യലൈസേഷൻ വിച്ച് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, നമ്മുടെ സെലിബ്രേഷൻസ്. നിങ്ങളെ അടുത്ത് ഇടവും വലതും ഇരിക്കുന്ന കുട്ടികളൊക്കെ ഒന്ന് നോക്കിക്കേ, നല്ല സ്നേഹത്തോടെ നോക്കിക്കേ, അവരെയൊക്കെ ഒന്ന് ചേർത്ത് പിടിച്ചേ. മതി മതി. എന്നിട്ട് നമ്മുടെ കൂടെ ഇരിക്കുന്ന ഈ സുഹൃത്ത് പോലും ശത്രുവായി മാറുന്ന ഒരു വലിയ വില്ലനെ കുറിച്ചാണ് അച്ഛൻ നമ്മളോട് സംസാരിച്ചത്. ഇറ്റ് ഈസ് എ മൈൽസ്റ്റോൺ ഇൻ യുവർ ലൈഫ്. ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ക്യാമ്പസിലേക്ക് വന്നു കയറിയ ഫസ്റ്റ് ഡേ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഇന്നത്തെ നിങ്ങളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കൂ. സക്സസ് എന്ന് പറയുന്നത് നമ്മൾ കണക്കാക്കുന്നത് നമ്മൾ എത്ര നേടി, അതൊന്നും അല്ല മക്കളെ. ഈ സൊസൈറ്റിയിലേക്ക് എന്ത് തിരിച്ച് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കൊടുത്തു എന്ന് നമ്മളോട് തന്നെ ചോദിക്കുന്നിടത്താണ് നമ്മുടെ ജീവിത വിജയം നടക്കുന്നത്. എനിക്ക് ഒരുപാട് റെസ്പെക്ട് ഉള്ളതാണ് അഡ്വക്കേറ്റ് റസൽ ജോയ്. അദ്ദേഹം ഞാനും തമ്മിൽ ഇന്നാണ് ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്നത്. പക്ഷെ മുല്ലപ്പെരിയാർ ഡാമിന്റെ ഒരു ഇഷ്യൂസ് അദ്ദേഹം ഉയർത്തുന്ന ഓരോ വീഡിയോസും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, ഞാൻ കാണാറുണ്ട്. അദ്ദേഹത്തിന് വേണമെങ്കിൽ സൈലന്റ് ആയിട്ട് ഇരിക്കാമായിരുന്നു. പക്ഷെ താൻ ഉൾപ്പെടുന്ന ഒരു സമൂഹത്തിന്റെ നീടാണെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം ഒരു ഒറ്റയാൾ പോരാട്ടം പോലെയല്ലേ ഇന്ന് നയിക്കുന്നത്. നിങ്ങൾ എത്ര പേര് അഡ്വക്കേറ്റ് റസൽ ജോയിനെ ഫോളോ ചെയ്യുന്നു? നിങ്ങളുടെ PTA വൈസ് പ്രസിഡന്റ് അല്ലേ? നിങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് പഠിച്ചിട്ടുണ്ടോ? വേണ്ട. നിങ്ങളുടെ കോളേജിലെ വിൻസെന്റ് ഡി പോൾ, നമ്മുടെ സെയിന്റ് വിൻസെന്റ് ഡി പോൾ ഒരു ഫ്രഞ്ച് കാത്തലിക് പ്രീസ്റ്റ് ആയിരുന്നു. അദ്ദേഹം 15-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മഹാനായ വിപ്ലവകരമായ മാറ്റങ്ങൾ സമൂഹത്തിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് നിങ്ങൾ എത്ര പേർക്കറിയാം? അല്ലെങ്കിൽ അറിയാൻ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട്? നമ്മൾ പരിചയപ്പെടുന്ന ഓരോ വ്യക്തികളും അത് സമൂഹത്തിലെ നമ്മുടെ അധ്യാപകരും നമ്മുടെ ഗസ്റ്റുകളും ഒക്കെ മക്കളെ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങളിൽ നിന്ന് ഒരു വലിയ ധീരതയുള്ള ശക്തമായ നശീകരണ പ്രവണതയില്ലാത്ത ഒരു തലമുറ ഉണർന്നു വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഇന്ന് എൻ്റെ ഒപ്പം ഡയറക്ടർ സനൽ കളത്തിലൂടെ അദ്ദേഹം ഞാനായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ചങ്ങനാശ്ശേരിയിൽ അവർ ചെയ്യുന്ന ഒരു കാര്യം പറഞ്ഞു. ഒരു പാവങ്ങൾക്ക് ഉച്ചഭക്ഷണം കൊടുക്കാൻ വേണ്ടി ബോബിയച്ചൻ്റെയൊക്കെ ഒരു 5 പദ്ധതിയുടെ ഭാഗമായിട്ട് അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, 100-300 പേര് അതിൽ ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാത്ത ആൾക്കാർ പോലും ഭക്ഷണം കഴിക്കുന്ന ഒരു സ്ഥാപനം. അത് ചെയ്യുന്നതിൻ്റെ ത്രില്ല് സംസാരിക്കുന്നിടത്താണ് സനൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊജക്റ്റുകളേക്കാൾ സനലിന് ആവേശം തരുന്നത് ആ ഒരു നല്ല കാര്യം ചെയ്യപ്പെടുകയാണ്. സോ ഈ കാലമൊക്കെ കടന്നു പോകും. കുറേ നാൾ കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ബാക്കിയാവുന്നത് നമ്മൾ ഈ സമൂഹത്തിൽ എത്രത്തോളം ഉത്തരവാദിത്വമുള്ള ഒരു പൗരനായിരുന്നു, നമുക്ക് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിച്ചു. I really like your annual day name, Saran. It is a color symphony of colors. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ കണ്ടില്ലേ എത്ര വൈവിധ്യമാർന്ന സ്വഭാവങ്ങളാണ്. ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, എൻ്റെ ചെറുപ്പത്തിലൊക്കെ എൻ്റെ മാതാപിതാക്കൾ എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ട്, ഈച്ച് ഇൻഡിവിജ്വൽ ഇസ് എ യുണീക് ഡിസൈൻ പീസ് ബൈ ഗോഡ്. ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്ന അങ്ങനെയാണ്. എല്ലാവർക്കും കഴിവുകളുണ്ട്, കഴിവുകളില്ലാത്ത ആരുമില്ല. ജീവിത വിജയം നേടി എന്ന് നിങ്ങൾ വിചാരിക്കുന്നവരൊക്കെ അവർ സ്വയം കണ്ടെത്തിയിട്ടുള്ളവരാണ്, അവരുടെ സാധ്യതകളെ അറിഞ്ഞവരാണ്. ഞാൻ ആരാണ്? എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഞാൻ എവിടെയാണ് നോ പറയേണ്ടത്? ഞാൻ എവിടെയാണ് എസ് പറയേണ്ടത്? അനുദിനം നമ്മൾ എടുക്കുന്ന ചെറിയ ചെറിയ ഡിസിഷനുകളിലാണ് നമ്മുടെ ക്യാരക്ടർ രൂപപ്പെടുന്നത്. ആ ക്യാരക്ടറിൽ നിന്നാണ് നമ്മുടെ സംസാരങ്ങൾ വരുന്നത്, നമ്മുടെ സംസാരത്തിൽ നിന്നാണ് നമ്മുടെ പ്രവൃത്തികൾ ഉണ്ടാവുന്നത്. ആ പ്രവൃത്തികളാണ് നമ്മുടെ ഭാവി നിർണ്ണയിക്കുന്നത്. എത്രത്തോളം വൈവിധ്യമാർന്ന വ്യക്തിത്വങ്ങളുള്ള ഈ കലാലയത്തിൽ നിന്നും നമ്മൾ എത്ര പേർ പഠിച്ചിറങ്ങി അടുത്ത ഒരു 10-15 വർഷത്തിന് ശേഷം അല്ലെങ്കിൽ 5 വർഷത്തിന് ശേഷം ഇതേ കലാലയത്തിലെ ഇനോഗ്രേഷന് ഇന്ന് വന്ന് സംസാരിക്കുന്നത് പോലെ നിങ്ങൾക്ക് സംസാരിക്കാൻ എത്ര പേരെ നിങ്ങൾക്ക് ഈ കലാലയത്തിന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ നമ്മുടെ ഇടവും വലവും ഇരിക്കുന്ന കുട്ടികൾ നശിച്ചു പോകുന്നതിന് മുമ്പ് അവരോട് പറയണം, മക്കളെ നിങ്ങൾ ചെയ്യുന്ന രീതി ശരിയല്ല എന്ന് പറയാനുള്ള ഒരു ആർജവം കാണിക്കണം. എൻ്റെ മക്കളടക്കം എന്നോട് പറയാറുണ്ട്, സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇവർ ഇടപെടാറില്ല എന്ന് പറയും. എത്ര സൗകര്യപ്രദമായ ഒരു ഒഴിഞ്ഞുമാറലാണ്.
ഒരാൾ മോശമായ പ്രവണതയിലേക്ക് കടക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ് ആ വ്യക്തിയെ ഒന്ന് തിരുത്താനോ അവന്റെ മാതാപിതാക്കളോടോ സഹോദരങ്ങളോടോ അവന്റെ അധ്യാപകരോടോ ആ വ്യക്തിയുടെ പഠനത്തെക്കുറിച്ച് ഒന്ന് ഡിസ്കസ് ചെയ്യാൻ പോലും താല്പര്യമില്ലാതെ വരുന്ന ഒരു പുതിയ തലമുറയെ ഞങ്ങൾക്ക് പേടിയാണ്. അവന്റെ അല്ലെങ്കിൽ അവളുടെ ഗുഡ് ബുക്കിലാകാൻ വേണ്ടി മാത്രം നിങ്ങൾ നശിപ്പിക്കാൻ അനുവദിക്കുന്നത് ആ വ്യക്തിയുടെ ജീവിതത്തെയാണ്. അത് മാത്രം ഒന്ന് ആലോചിച്ചു. ഒരു ദേശം ഉണർന്നിരിക്കുകയാണ് മയക്കുമരുന്നിനെതിരെ. ഇത് പണ്ടേ ഉണരേണ്ടതായിരുന്നു, പക്ഷെ ഇപ്പൊ സർക്കാരും അതിന്റെ അനുബന്ധ സംഘടനകളും ഒക്കെ ശക്തമായി ഉണർന്നിരിക്കുന്നു. ഈ കലാലയം ഉണരണം. നിങ്ങൾക്കറിയോ മക്കളെ, 18ാമത്തെ വയസ്സിൽ അന്ന് സിറ്റി പോലീസ് കമ്മീഷണർ ആയിരുന്ന ലോക്നാഥ് ബെഹ്റ സാർ 20ാമത്തെ വയസ്സിൽ അത് സിറ്റി പോലീസ് കമ്മീഷണർ ആയിരുന്ന ലോക്നാഥ് ബെഹ്റ സാർ ഞങ്ങളെ ഒരു 13,000 കുട്ടികൾ അന്ന് GCDA സ്റ്റേഡിയത്തിൽ, എറണാകുളം ബസ് സ്റ്റാൻഡിന്റെ സൈഡിലുള്ള സ്റ്റേഡിയത്തിൽ ഞങ്ങളെ പ്രതിജ്ഞ എടുപ്പിച്ചു ടു ഇറാഡിക്കേറ്റ് ദ ഡ്രഗ് അബ്യൂസ് ഫ്രം കൊച്ചി. നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? വർഷങ്ങൾക്ക് മുമ്പ് അന്നത്തെ ഒരു വിഷന്റെ ഒരു കോൺട്രിബ്യൂഷനിലെ ഒരാളാണ് ഞാൻ. അന്ന് തീരുമാനിച്ചത് എൻ്റെ ജീവിതത്തിൽ മയക്കുമരുന്ന് ഞാൻ ഉപയോഗിക്കില്ല. അങ്ങനെ ഒരു തീരുമാനത്തിന്റെ എനിക്ക് ഏറ്റവും കിട്ടിയ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് ഈ മയക്കുമരുന്നോ ഡ്രഗ്സോ ഡീൽ ചെയ്യുന്ന ആൾക്കാരുമായിട്ട് ഇടപഴകാൻ തന്നെയുള്ള അവസരം എൻ്റെ ദൈവം ഇല്ലാണ്ടാക്കി. എനിക്ക് ഒരിക്കൽ പോലും അതിന്റെ കൈകളിലേക്ക് വരുന്ന സാഹചര്യം തന്നെ ഇല്ലാണ്ടാക്കി. എവിടെയെന്നറിയോ? വ്യക്തമായ ഉറച്ച തീരുമാനം. ഇത് നമ്മുടെ പുതുവച്ചൻ പറഞ്ഞതുപോലെ ഇന്ന് തീരുമാനിക്കണം, കൈ ഉയർത്തി പറയണം, ഞാൻ എൻ്റെ ജീവിതത്തിൽ മയക്കുമരുന്ന് ഉപയോഗിക്കില്ല എന്ന് പറയാനുള്ള ആർജവം നിങ്ങൾ കാണിക്കണം. നിങ്ങളുടെ സമൂഹത്തിൽ, നിങ്ങളുടെ കോളേജിൽ അതിന്റെ ഒരു തരി അംശമെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനെ കോട്ട കെട്ടി സംരക്ഷിക്കുന്നത് പോലെ ഈ കലാലയത്തെ നിങ്ങൾ സംരക്ഷിച്ചെടുക്കണം. ഇവിടെ നിന്നൊരു കേസോ ഇവിടെ ഒരു റെയ്ഡോ ഇവിടെ നിന്നൊരു കുട്ടിയുടെ പക്കൽ നിന്ന് കഞ്ചാവോ ഡ്രഗ്സോ പിടിക്കുന്ന ഒരു സാഹചര്യം ഈ കലാലയത്തിൽ ഉണ്ടാകരുത് എന്ന് ഞാൻ നിങ്ങളോട് വിനീതമായി അപേക്ഷിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരുപാട് റെയ്ഡുകൾ നടക്കുന്നത്, ഇന്നലെയും റെയ്ഡ് നടന്നു. ഇത് TV-യിൽ അത് ഹോട്ട് ന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ തൊട്ടടുത്തുള്ള കലാലയങ്ങളിൽ പോലും ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിനെ പേടിയോടെ നോക്കിക്കാണേണ്ട ഒരു തലമുറയാണ്. നിങ്ങൾ പേടിക്കണം മക്കളെ. ലൈഫ് ഈസ് വെരി ഈസി, ബട്ട് യു മേക്ക് യുവർ ഓൺ ചോയ്സ്, മേക്ക് യുവർ ഓൺ ഡിസിഷൻസ്. നോ പറയാൻ സാധിക്കുന്നിടത്ത് നോ പറയുന്നിടത്താണ് നമ്മുടെ ജീവിത വിജയം. ഇന്ന് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ സാധ്യതകളുടെ ഒരു വലിയ ലോകമാണ് നിങ്ങളുടെ മുന്നിൽ ഇന്ന് തുറന്നിട്ടുള്ളത്. ഞങ്ങളൊക്കെ വളർന്ന സാഹചര്യത്തിൽ കേരളം മാക്സിമം പോയ ഇന്ത്യ, കുറച്ച് നാൾ കൂടെ കഴിഞ്ഞപ്പോൾ മിഡിൽ ഈസ്റ്റ് ഞങ്ങൾക്ക് മുമ്പിൽ ബിസിനസ്സിന് ഓപ്പറേറ്റ് ചെയ്തു, ഓപ്പണായി. ഇന്ന് അതാണോ? ഇന്ന് നിങ്ങൾ ഇന്റർനെറ്റിന്റെ സാധ്യതകളിലൂടെ ലോകം മുഴുവൻ നിങ്ങളുടെ മാർക്കറ്റാണ്. ഇവിടെ മീഡിയ പഠിക്കുന്ന കുട്ടികളും ഇവിടെ സയൻസ് ആൻഡ് ടെക്നോളജി, നിങ്ങളുടെ ജീവിതത്തിൽ ആരുമായിക്കോട്ടെ, സയന്റിസ്റ്റോ ഒരു ഓൺടർപ്രണറോ ഒരു ആർട്ടിസ്റ്റോ നിങ്ങളുടെ ജീവിതത്തിൽ ആരുമായിക്കൊള്ളട്ടെ, നിങ്ങളുടെ സാധ്യതകൾക്ക് ഈ ലോകം തന്നെ നിങ്ങളുടെ മുന്നിൽ തുറന്നു വെച്ചിരിക്കുകയാണ്. ഇറ്റ്സ് എ ഗ്ലോബൽ വില്ലേജ് നൗ. നമ്മളൊരു രാജ്യം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് മാറി. ഇപ്പൊ നമ്മുടെ മുന്നിലുള്ളത് ലോകമാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ചെയ്ത് ജീവിത വരുമാനം നേടാവുന്ന വലിയ സാധ്യതകളാണ് ഇന്ന് സോഷ്യൽ മീഡിയ നമുക്ക് മുന്നിൽ തുറന്നു വെച്ചിരിക്കുന്നത്. സോ യൂസ് സോഷ്യൽ മീഡിയ, അതിന്റെ സാധ്യതകളെ പരമാവധി പ്രയോജനപ്പെടുത്തുക. ഇന്ന് എന്നെ ഇവിടെ വിളിച്ച എല്ലാവരെയും, ഇന്ന് കോളേജ് മാനേജ്മെന്റിനെയും എല്ലാം ഞാൻ എൻ്റെ ഒരു സ്പെഷ്യൽ താങ്ക്സ് തരുന്നു. ഒരു കാര്യം മാത്രം മറക്കരുത്, വർഷങ്ങൾക്ക് ശേഷം മാത്രം നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ഞാൻ കൂടെ പറഞ്ഞോട്ടെ മക്കളെ. നമ്മുടെ മാതാപിതാക്കളെക്കാൾ കൂടുതൽ നമ്മളെ സ്നേഹിക്കുന്നവരാണ് നമ്മുടെ അധ്യാപകർ. ഇത് ഞാനിപ്പോ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അത് മനസ്സിലാവണമെങ്കിൽ എൻ്റെ പ്രായമൊക്കെ എത്തണം, മക്കളുണ്ടാവണം. ആ മക്കളുടെ കാര്യം നമ്മളൊന്ന് ആലോചിക്കുമ്പോൾ അറിയാം. ഇന്ന് എൻ്റെ മക്കളെ ഞാൻ കാണുന്നതിൽ കൂടുതൽ കാണുന്നത് അവരെ പഠിപ്പിക്കുന്ന അധ്യാപകരാണെന്ന് തിരിച്ചറിയുമ്പോഴാണ് എത്രത്തോളം എൻ്റെ അധ്യാപകരാണ് എൻ്റെ ജീവിതത്തിൽ ഇൻഫ്ലുവൻസ് ചെലുത്തിയിട്ടുള്ളതെന്ന് എനിക്ക് മനസ്സിലാവും. ഇപ്പോ നിങ്ങൾ ഏതെങ്കിലും ഒരു അധ്യാപകരുമായിട്ട് നിങ്ങൾ പിണക്കത്തിലാണെങ്കിൽ, നിങ്ങൾ അവരുമായിട്ട് വഴക്കിലാണെങ്കിൽ, ടുഡേ ഈസ് ദ ഡേ നിങ്ങൾ അവരുമായിട്ട് അനുരഞ്ജനപ്പെടുവാനുള്ള ഒരു ദിവസമാണ്. കൈ ചേർത്ത് പിടിക്കുക, പറയുക എൻ്റെ ഭാഗത്ത് നിന്ന് തെറ്റ് പറ്റിയിട്ടുണ്ട്, സാറിന്റെ ഭാഗത്താണ് അല്ലെങ്കിൽ ടീച്ചറിന്റെ ഭാഗത്താണ് തെറ്റെങ്കിൽ പോലും മക്കളെ നിങ്ങൾ അങ്ങോട്ട് പോയി മാപ്പ് പറയുക. അപ്പോൾ അവരുടെ കണ്ണിന്റെ ഉള്ളിൽ നിന്നും നിങ്ങളെ നോക്കി ഒരു പ്രതീക്ഷയുടെ, ഒരു പ്രത്യാശയുടെ, ഒരു വിശ്വാസത്തിന്റെ, ഒരു സ്നേഹത്തിന്റെ ഒരു കിരണം നിങ്ങളിലേക്ക് വരും. അതാണ് നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഗുരുദക്ഷിണ. കാരണം
നമ്മൾ തന്നെയാണ്, നീ തന്നെയാണ് തെറ്റെന്നറിഞ്ഞിട്ടും നീ തെറ്റേറ്റു പറയാൻ കാണിക്കുന്ന ഒരു വലിയ മുഹൂർത്തത്തിന് മുമ്പിൽ ദൈവം പോലും നമ്മളെ മാനിക്കുമെന്നാണ് നമ്മളെ വിശ്വാസം പഠിപ്പിക്കുന്നത്. സോ അധ്യാപകരുമായിട്ട് ചേർന്ന് നിൽക്കുക, അവരെ നിങ്ങളുടെ ജീവിതത്തിൽ ശക്തമായ ഇടപെടലുകൾക്ക് അവസരം കൊടുക്കുക, അവരെ സ്നേഹിക്കുക. പഠിച്ചു കഴിഞ്ഞ ശേഷം ഈ കലാലയത്തിൽ നിന്നും തിരിച്ചു പോയതിനു ശേഷം തിരിച്ചിവിടെ വരിക, ഇവരോട് സംസാരിക്കുക, ജീവിതത്തിൽ നിങ്ങൾ നേടിയ നേട്ടങ്ങൾ അവരുമായിട്ട് പങ്കുവെക്കുക. ഒരു ചെറിയ ചോക്ലേറ്റ് എങ്കിലും വാങ്ങിച്ച് ആ അധ്യാപകന്റെ കയ്യിൽ കൊടുത്ത് പറയുക താങ്ക് യു സാർ എന്ന് പറയുമ്പോൾ ആ അധ്യാപകന് കിട്ടുന്ന ഒരു സംതൃപ്തി ഇല്ലേ, അതിലും വലിയ ഗുരുദക്ഷിണയൊന്നും കിട്ടാനില്ല മക്കളെ. അനുഗ്രഹം നേടിയെടുക്കേണ്ട ഒരു വലിയ സ്രോതസ് ദൈവത്തിന്റെ നേർ പതിപ്പായ അധ്യാപകർ നമ്മുടെ മുന്നിലിരിക്കുമ്പോൾ അവരെ കുറ്റം പറയാനും അവരെ പറ്റി ഗോസിപ്പ് പറയാനും അവരെ ആക്രമിക്കുവാനും നിൽക്കുന്ന പ്രാകൃത ജന്മങ്ങളാകാതെ അവരെ മാതാപിതാക്കളെ പോലെ തുല്യമായി കണ്ട് സ്നേഹിച്ച് നല്ലൊരു കലാലയ അന്തരീക്ഷത്തിൽ എല്ലാവരും രക്ഷപ്പെടുന്ന, എല്ലാവരും നല്ല രീതിയിൽ ഉയരുന്ന ഒരു നല്ല കലാലയ അന്തരീക്ഷം ഡീപോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിക്ക് ഉണ്ടാകട്ടെ. അതിനുവേണ്ടിയുള്ള ഒരു അനുഗ്രഹം ദൈവം നിങ്ങൾക്ക് തരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ നിങ്ങളുടെ സാരംഗ് ഞാൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു.